പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തെ ഓർത്ത് സ്തോത്രം ചെയ്തു. ഇന്നത്തെ ചിന്ത മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 49-ാം വേദഭാഗം. അപ്പോൾ യേശു നിന്നു അവനെ വിളിപ്പീനെന്ന് പറഞ്ഞു. ധൈര്യപ്പെടുക, എഴുന്നേൽക്ക, നിന്നെ വിളിക്കുന്നു എന്ന് അവർ പറഞ്ഞു. കുരുടനെ വിളിച്ചു. വളരെ സുപരിചിതമായൊരു തിരുവചന ഭാഗം. യേശു കർത്താവിൻ്റെ ഇഹലോകത്തിലെ ശുശ്രൂഷാ കാലഘട്ടത്തിൽ അതിപ്രധാനമായ ഒരു പങ്ക് വഹിച്ച വിടുതലിൻ്റെ ശുശ്രൂഷയാണ് തിമായിയുടെ മകനായ ബർത്തിമായിക്ക് കണ്ണിന് കാഴ്ച കൊടുക്കുന്ന ഈ ശുശ്രൂഷ നമുക്ക് കാണാൻ കഴിയുന്നത്. 46-ാമത്തെ വേദഭാഗം മുതൽ പഠിക്കുമ്പോൾ കാണാൻ കഴിയുന്നു, യേശു കർത്താവും ശിഷ്യഗണങ്ങളും ഒരുമിച്ച് എരിഹോവിൽ നിന്ന് യാത്ര പുറപ്പെട്ട് മുൻപോട്ട് വരും. അതേ ബർത്തിമായി വഴിയരികിൽ ഇരുന്നുകൊണ്ട് നിലവിളിക്കുകയാണ്. ശിഷ്യന്മാരും യേശുവും ഒരുമിച്ച് മുൻപോട്ട് പോകുമ്പോൾ ബർത്തിമായി വളരെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് നിലവിളിക്കുകയാണ്. അവന് അഭേദ്യമായൊരു ബോധ്യമുണ്ട്. അതേ, യേശുവിനെ വിളിച്ചാൽ, യേശുവിൻ്റെ അടുക്കിലേക്ക് എൻ്റെ വിഷയവുമായി കൊണ്ടുചെന്നാൽ നിശ്ചയമായി എൻ്റെ വിഷയത്തിനൊരു വിടുതൽ ലഭിക്കുമെന്ന് അവന് അഭേദ്യമായൊരു ബോധ്യമുണ്ടായിരുന്നു. അതെ, ശിഷ്യന്മാരും ജനസമൂഹങ്ങളും പുരുഷാരവും ഒരുമിച്ച് യേശുവും ഒരുമിച്ച് മുൻപോട്ട് പോകുമ്പോൾ വഴിയരികിൽ ഇരുന്നു കൊണ്ട് ബർത്തിമായി നിലവിളിക്കാൻ തുടങ്ങി. അതേ, നസ്രയനായ യേശു ആമേൻ അതുവഴി പോകുന്നു എന്ന് അവൻ കേട്ട വാർത്തയിലാണ് അവൻ നിലവിളിക്കുന്നത്. ദാവീദ് പുത്ര യേശുവേ, എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചു തുടങ്ങി. അവൻ ഒരു കാര്യം അറിയാം, യേശുവിൻ്റെ അടുക്കൽ ഏതു വിഷയവുമായി ഏതു സാഹചര്യത്തിലും ഏതു സമയത്ത് കടന്നു ചെന്നാലും നിശ്ചയമായി ആ വിഷയത്തിനകത്തൊരു പരിഹാരം ലഭിക്കുവാനിടയായി തീരും. പ്രിയപ്പെട്ടവരെ, നാളുകൾ കൊണ്ട് നാം പ്രാർത്ഥിക്കുന്ന പല വിഷയങ്ങൾക്കകത്തും ഇതുവരെ മറുപടി ലഭിക്കാത്ത ഒട്ടനവധി വിഷയങ്ങൾ ഒരു പക്ഷെങ്കിൽ കണ്ടെന്നു വരാം. എൻ്റെ പ്രാർത്ഥനയ്ക്ക് എന്തുകൊണ്ട് മറുപടിയില്ലെന്ന് ഒരുപക്ഷെ നമ്മളോടൊരു ചോദ്യമുണ്ടായെന്ന് വരാം. ഇന്ന് എൻ്റെ ഈ സന്ദേശം കേൾക്കുന്ന എൻ്റെ പ്രിയ ശ്രോതാക്കളോട് ഞാൻ ആത്മാർത്ഥതയോടെ കൈമാറാൻ ആഗ്രഹിക്കുന്നു. അതേ, നമ്മുടെ പ്രാർത്ഥന കുറഞ്ഞു പോകാതെ, നിലവിളി കുറഞ്ഞു പോകാതെ, യേശുവിൻ്റെ അരികിലേക്ക് നമ്മുടെ വിഷയവുമായി ആമേൻ ഒരു മധ്യസ്ഥത കൂടാതെ അടുത്തു ചെല്ലുവാൻ കഴിയുമെങ്കിൽ നമ്മുടെ വിഷയത്തിനകത്ത് വലിയ ദൈവപ്രവർത്തികൾ വെളിപ്പെടുത്തുവാൻ സർവശക്തിയായ ദൈവത്തിന് കഴിയുമെന്ന് ഞാൻ വിളിച്ചു പറയുകയാണ്. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അതേ, ബർത്തിമായി നിലവിളിച്ചപ്പോൾ കൂടുണ്ടായിരുന്ന യേശുവിൻ്റെ കൂടുണ്ടായിരുന്ന ശിഷ്യഗണങ്ങൾ പുരുഷാരമൊക്കെ അവനെ മിണ്ടാതാക്കുവാൻ, നീ മിണ്ടാതിരിപ്പാൻ എന്ന് പറഞ്ഞ് അവനെ ശാസിക്കാൻ തുടങ്ങി. ദൈവത്തിന് സ്തോത്രം. 48-ാമത്തെ വേദഭാഗം അതാണ് നമ്മളോട് പറയുന്നത്. മിണ്ടാതിരിപ്പാൻ പലരും അവനെ ശാസിച്ചിട്ടും ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ എന്ന് അവൻ ഏറ്റവും അധികം നിലവിളിച്ചു. പ്രിയപ്പെട്ടവരെ, നാളുകൾ കൊണ്ട് പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്കകത്തൊരു പക്ഷെങ്കിൽ നാളിതുവരെ ഒരു മറുപടിയും നമുക്ക് ലഭിച്ചില്ലായിരിക്കാം. അത് പലരുടെ മുമ്പിലും നാം പറഞ്ഞിട്ട് പലരും നമ്മെ മിണ്ടരുത്, നീ വിളിച്ചിട്ട് പ്രയോജനമില്ല, നീ വിളിച്ചാലൊന്നും ദൈവം കേൾക്കത്തില്ലെന്ന് നമ്മെ മിണ്ടാതാക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നടുവിൽ ബർത്തിമായി നമുക്കൊരു മാതൃക കാണിച്ചു തരികയാണ്. മിണ്ടാതാക്കാൻ ശ്രമിച്ചവരുടെ മുൻപിൽ അധികം നിലവിളിക്കാൻ തുടങ്ങി. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അവൻ അവിടെ നിർത്തുകയല്ല ചെയ്തത്. അവൻ അവിടെ കൊണ്ട് ഇനിയും കർത്താവിനെ വിളിക്കുന്നില്ല, ഞാൻ പോകുകയാണ്, എനിക്കതിന് യോഗ്യതയില്ല എന്നൊന്നും പറഞ്ഞ് നിർത്തുകയല്ല. അവൻ അധികം നിലവിളിക്കാൻ തുടങ്ങി. ദൈവത്തിന് സ്തോത്രം. ആവശ്യബോധത്തോടെ ആവശ്യകതയോടെ യേശുവിൻ്റെ അരികിലേക്ക് എത്തിപ്പെടുമെങ്കിൽ പുരുഷാരം ഒരു തടസ്സമാകുന്നെങ്കിലും നമ്മുടെ നിലവിളി യേശുവിൻ്റെ ചെവിയിലെത്തിയാൽ നമുക്ക് വേണ്ടി അവൻ ഇറങ്ങി നിൽക്കുവാനിടയായി തീരും. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. മിണ്ടാതാക്കുന്നവർ ഒരു സൈഡിൽ നിന്നോട്ടെ, നമ്മെ പരിഹസിക്കുന്നവർ ഒരു സൈഡിൽ നിന്നോട്ടെ, നമ്മെ നിന്ദിക്കുന്നവർ ഒരു സൈഡിൽ നിന്നോട്ടെന്നേ. നമ്മെ അപമാനിക്കുന്നവർ പലരും കണ്ടേക്കാം. നിന്ദിക്കുന്നവരും അപമാനിക്കുന്നവരും പരിഹസിക്കുന്നവരും ഒക്കെ നിൽക്കുമ്പോഴും അതിൻ്റെ നടുവിലും വഴിയരികിലിരുന്ന ബർത്തിമായെ വിളിച്ചു കൊണ്ടുവരുവാൻ യേശു കൽപ്പനയിടുകയാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതേ, അവൻ നിലവിളിച്ചു. മിണ്ടാതാക്കാൻ ശ്രമിച്ചപ്പോൾ അവൻ അധികം നിലവിളിച്ചപ്പോൾ മിണ്ടാതാക്കാൻ ശ്രമിച്ചവരുടെ നടുവിൽ 49-ാം വേദഭാഗം ഇങ്ങനെ പറയുന്നു, യേശു നിന്നു. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, 2025 പ്രാരംഭ സമയങ്ങളിൽ, പ്രാരംഭ മാസത്തിൽ ആത്മാർത്ഥതയോടെ ഉള്ളിൽ നിന്നുകൊണ്ട് അധികം നിലവിളിക്കാൻ തയ്യാറാകുകയാണെങ്കിൽ
ഒത്തിരി പ്രാഗൽഭ്യമുള്ളവരെ മറികടന്നുള്ളൊരു വിടുതൽ എനിക്കും നിങ്ങൾക്കും നിശ്ചയമായി ലഭിച്ചിരിക്കും. ദൈവത്തിന് സ്തോത്രം. പലരും മിണ്ടാതാക്കാൻ ശ്രമിക്കും, പലരും അവരുടെ പാരമ്പര്യങ്ങളും പലരും അവരുടെ പ്രാഗൽഭ്യങ്ങളും പറയുമ്പോൾ ഒരു പ്രാഗൽഭ്യമില്ലാതെ യേശുവേ ദാവീദ് പുത്ര എന്ന് അധികം നിലവിളിക്കാൻ തയ്യാറാണെങ്കിൽ നമ്മുടെ നിലവിളിയുടെ മുൻപിൽ ആമേൻ യേശു നിൽക്കുവാനിടയായിത്തീരും. യേശു നിന്നതു മാത്രമല്ല അവിടെ കാണുവാൻ കഴിയുന്നത്, മിണ്ടാതാക്കിയവരോട് യേശു പറയുകയാണ്, അവനെ വിളിക്കുക. പ്രിയപ്പെട്ടവരെ, അതിനകത്തുനിന്നൊരു സന്ദേശം പറഞ്ഞ് മുൻപോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. നമ്മെ പരിഹസിച്ചവർ, നിന്ദിച്ചവർ, അപമാനിച്ചവർ, അവരെ കൊണ്ട് തന്നെ നമ്മെ വിളിക്കുവാൻ, അവരെ കൊണ്ട് തന്നെ കൈയടിപ്പിക്കുവാൻ കരുത്തുള്ളൊരു ദൈവത്തിൻ്റെ കാര്യമാണ് നമ്മുടെ കൂടെ ചലിക്കുന്നതെന്ന് ഇന്ന് ഈ സമയത്ത് മനസ്സിലാക്കുവാനിടയായി തീരണം. യേശു നിന്നിട്ട് പറയുക, അവനെ വിളിക്കുക. അവനെ വിളിച്ചു കൊണ്ടുവന്നപ്പോൾ യേശു അവനോട് കൈമാറുകയാണ്, ധൈര്യപ്പെടുക, എഴുന്നേൽക്കുക. അതെ, ഒട്ടനവധി വർഷങ്ങൾ കൊണ്ട് അവൻ ആ ഇരിപ്പായിരിക്കും ഒരു പക്ഷെങ്കിൽ അവിടെ ഇരിക്കുന്നത്. അവന് പുറലോകവും കണ്ടിട്ടില്ല, പക്ഷെ അകക്കണ്ണുകൊണ്ട് യേശുവിനെ കണ്ടിട്ടാണ് ദാവീദ് പുത്ര എന്നവൻ വിളിക്കുന്നത്. യേശു അവനെ കണ്ട മാത്രയിൽ അവനോട് ആദ്യത്തെ പദം പറയുന്നു, ധൈര്യപ്പെടുക. അതെ, ഒരുപാട് വർഷങ്ങൾ കൊണ്ട് നീ ഇരുന്നു പോയതാണെങ്കിൽ ബർത്തിമായോട് യേശു പറയുക, നീ ആദ്യം എഴുന്നേൽക്കുകയല്ല, ആദ്യം നീ എഴുന്നേൽക്കുമെന്നുള്ളൊരു ധൈര്യം നിനക്ക് ഉണ്ടാകുവാനിടയായി തീരണം. അതേ പ്രിയപ്പെട്ടവരെ, നാളുകൾ ഒരു പക്ഷെങ്കിൽ നാളുകൾ ഒത്തിരിയായി കാണും നാം ഇരുന്നു പോയിട്ട്, ഒതുങ്ങിപ്പോയിട്ട്. ഇന്ന് ഈ സമയത്ത് പരിശുദ്ധാത്മാവ് കൈമാറുന്നു, ധൈര്യപ്പെടുക. അതേ, ധൈര്യപ്പെട്ടാൽ നീ എഴുന്നേൽക്കുവാനിടയായി തീരും. അതേ, ബർത്തിമായോട് പറയുക, നീ ധൈര്യപ്പെടണം. എന്തുകൊണ്ടാണ് ധൈര്യപ്പെടണം എന്ന് പറഞ്ഞത്? അവൻ എഴുന്നേൽറ്റാൽ മാത്രം പോരെ, പക്ഷേ അവനോട് പറയുക, ധൈര്യപ്പെടുക. എന്തുകൊണ്ടാണ്? അവൻ്റെ ഹൃദയത്തിനകത്ത് ആന്തരികമായൊരു വിടുതൽ യേശു പകരുകയാണ്. അവൻ്റെ ഹൃദയത്തിനകത്ത് അവൻ എഴുന്നേറ്റ് നിൽക്കുമെന്നുള്ളൊരു ബലം, ഒരു ധൈര്യം പകർന്നെങ്കിൽ മാത്രമേ അവൻ്റെ നരിയാണികൾ അവൻ്റെ കാലിന് ബലം പ്രാപിച്ച് അവൻ എഴുന്നേറ്റ് മുൻപോട്ട് പോകുവാനിടയായി തീരത്തുള്ളൂ. അവന് ധൈര്യമില്ല മുൻപോട്ട് ഒരു സ്റ്റെപ്പ് വെക്കാനും. എന്താ? മുൻപോട്ട് ആരുടെയെങ്കിലും സഹായമില്ലാതെ, പരസഹായമില്ലാതെ മുൻപോട്ട് പോകാൻ പറ്റാത്ത, അല്ലെങ്കിൽ ഒരു വടിയുടെ സഹായമില്ലാതെ മുൻപോട്ട് തപ്പിത്തടഞ്ഞു പോകുന്നൊരു സാഹചര്യം അവൻ്റെ മുൻപിൽ നിൽക്കുന്നത്. പക്ഷേ യേശു അവനോട് പറയാം, നീ ധൈര്യപ്പെടുക. 2, എഴുന്നേൽക്കുക. ഞാൻ നിനക്ക് എന്തു ചെയ്തു തരണമെന്ന് യേശു ചോദിക്കുന്നു. എനിക്ക് കാഴ്ച പ്രാപിക്കണമെന്ന് പറഞ്ഞു. അതേ, യേശുവിൻ്റെ ശുശ്രൂഷയിൽ അസാധാരണമായൊരു വിടുതൽ പ്രാപിക്കുക. പലരും മിണ്ടാതാക്കാൻ ശ്രമിച്ചു, പക്ഷേ അതിൻ്റെ നടുവിൽ യേശു അവനെ എഴുന്നേൽപ്പിക്കുകയാണ്. ഇന്ന് എൻ്റെ ഈ സന്ദേശം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, നാം ധൈര്യപ്പെടുവാൻ ഈ സമയങ്ങളിൽ, ഈ മണിക്കൂറുകളിൽ നാം ഒന്ന് ധൈര്യപ്പെടുവാനിടയായി തീരണം. നാം ഒന്ന് എഴുന്നേൽക്കുവാനിടയായി തീരണം. നാം എന്നും ഒരേപോലെ ഇരുന്നു പോകാനല്ല, ഒരേപോലെ ഒതുങ്ങിപ്പോകാനല്ല, നാം ഒന്ന് ധൈര്യപ്പെട്ട് എഴുന്നേൽക്കാൻ തയ്യാറാകുന്നെങ്കിൽ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി നമുക്ക് വേണ്ടി ചലിക്കും. അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടെ, വിശ്വാസത്തോടെ, ദൈവാശ്രയ ബോധ്യത്തോടെ നമുക്ക് ധൈര്യപ്പെട്ട് കർത്താവിൻ്റെ മുന്നിൽ അധികം നിലവിളിയോടെ മുൻപോട്ട് പോകാം. കർത്താവ് വചനങ്ങളാൽ നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു. താങ്ക് യു.